പ്രശസ്ത സാമൂഹിക പ്രവർത്തകനും അക്ഷയ സംരംഭകനുമായ അനീഫ് മൂപ്പ നമ്മളെ വിട്ടുപിരിഞ്ഞ് ഒരു വർഷം തികയുന്നു. നിസ്വാർത്ഥ ജനസേവകൻ എന്ന നിലയിൽ കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു അനീഫ് മൂപ്പ. അദ്ദേഹത്തിൻ്റെ ആകസ്മിക വിയോഗം ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ് സത്യം. അദ്ദേഹം നമുക്കിടയിൽ എവിടെയോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് മനസ്സ് പറയുന്നത്. എത്ര തന്നെ സങ്കീർണതയുള്ള പ്രശ്നങ്ങളായാലും അനീഫ്ചയുടെ കയ്യിൽ അതിനുള്ള പരിഹാരമുണ്ടായിരുന്നു. കാസർഗോട്ടെ ഒട്ടുമിക്ക എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും ഉദ്യോഗസ്ഥന്മാർക്കിടയിലും അനീഫ്ചയ്ക്കുണ്ടായിരുന്ന സ്വാധീനം വളരെ വലുതായിരുന്നു. ഏത് ഗവൺമെൻറ് ഓഫീസിലായാലും ഏത് സമയത്തും അനീഫ്ച കയറി ചെല്ലുന്നതും തൻ്റെ ന്യായമായ ആവശ്യങ്ങൾ സാധിപ്പിച്ച് തിരിച്ചു വരുന്നതും വളരെ അത്ഭുതത്തോടെ തന്നെ പലപ്പോഴും നോക്കി നിന്നിട്ടുണ്ട്. വയനാട്ടിൽ നിന്നും ഇന്നലെ തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ഈ അക്ഷയ കെയർ പദ്ധതിയുടെ സെക്രട്ടറിയുമായ സോണി ആസാദ് അവരുടെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, നമ്മുടെ ജില്ലക്കാരനായ സുധീർ സാറേയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന അനീഫ് അക്ഷയുടെ കുടുംബാംഗങ്ങൾ, അക്ഷയ സംരംഭകർ, ഫേസിൻ്റെ ഭാരവാഹികൾ, എല്ലാവരെയും സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് നടന്ന ഈ പരിപാടിയുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഇത്രയധികം വൈകിയത് തന്നെ അനീഫ്ചയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ്. ഒരുപാട് ആളുകൾ അനീഫ്ചയെ പറ്റി അറിയുന്ന ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ അനീഫ്ചയെ പറ്റി പറയാനുണ്ടാകും. അതുകൊണ്ട് ഞാനത് കർത്തവ്യമായ സ്വാഗതത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഈ ഒരു അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ട്. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളൊക്കെയുണ്ട്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പുത്തൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ബേക്കൽ, CPM-നെ പ്രതിനിധീകരിച്ച് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി റിയാസ് കുന്നിൽ, INL-നെ പ്രതിനിധീകരിച്ച് CMA ജലീൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻ മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റ് കാലിച്ച ഇവിടെയുണ്ട്. അതുപോലെ തന്നെ SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അഹമ്മദ് ചൗക്കിയുണ്ട്. JDS എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് കരീം മൈക്കാറുണ്ട്. അതുപോലെ തന്നെ തോലായി എന്ന കാസർഗോഡിലെ ഏറ്റവും വലിയ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്കാനിയ ബെജരിയുണ്ട്. അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് എഴുത്തുകാരനായ അബ്ദു കാവുകോടിയുണ്ട്. ബസ് ഓണേഴ്സിന്റെ സാരഥി മുഹമ്മദ് കുഞ്ഞി മാഷുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഓറോഡ ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുളക്കര സാഹിബുണ്ട്. പ്രൊഫസർ മൊയ്തു അഞ്ചാറുണ്ട്. INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ജർമ്മൻ സാർസൺ സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് ഷഫീഖ് പുറത്തവളത്തിൽ ഉണ്ട്. CYCC ക്ലബ് പ്രസിഡന്റ് സാദി കടപ്പുറം. നമുക്കൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. അനീഫ് മൂപ്പയെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് ഉണ്ടാവുക. കാരണം വളരെയധികം വിഷമത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അനീഫ്ചയെ കുറിച്ച് എല്ലാവർക്കും വളരെയധികം നല്ല കാര്യങ്ങൾ പറയാനുണ്ടാകും. അതുകൊണ്ട് എനിക്ക് വാക്കുകളില്ല, സംസാരിക്കാൻ വാക്കുകൾ വരുന്നില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും
പ്രാർത്ഥിക്കുക. പരലോക ജീവിതത്തിന് വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയെ സംബന്ധിച്ച എല്ലാവർക്കും ആത്മാർത്ഥമായി എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടി സംസാരിക്കാൻ വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് കാലിദാവ് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മെ വിട്ടുവിട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മയെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഈ നാടിൻ്റെ എല്ലാമായ ഈ നാടിന് മാത്രമല്ല, ഈ സമൂഹത്തിന് മാത്രമല്ല, ചില ആളുകൾ നമ്മളോട് ഇടപെടുമ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ള പരിപാടിയിൽ ഒരുപാട് നല്ല ആളുകൾ ഇവിടെ സംഭവിക്കുക തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ തെളിവാണ് എന്ന് ഞാൻ വിജയിക്കുകയാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം സന്തോഷത്തിലാക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അക്ഷയവുമായി ബന്ധപ്പെട്ട് ഓൺലൈനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്യാമ്പുകൾ നടത്താറുണ്ട്. ആ വസ്തുത സംബന്ധത്തെ അനുഭവിച്ചാൽ അക്ഷയ് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് നമ്മുടെ നാട്ടിലൊക്കെ വന്ന് സേവനം നടത്തുന്നുണ്ട്. ആ സേവനത്തിന് അദ്ദേഹത്തിന്റെ മകനവിടെയുണ്ട്. ആ സേവനത്തിന് അദ്ദേഹം തുച്ഛമായ ചില സംഖ്യ മാത്രമേ അദ്ദേഹം ഈടാക്കുന്നുള്ളൂ. അദ്ദേഹം പൂർണ്ണമായും ഈടാക്കുന്നുള്ള സേവനത്തിന് എന്തെങ്കിലും ഒരു സംഘടനയിൽ അദ്ദേഹത്തിന് ഭാരമായിട്ടില്ല. എന്നിട്ട് പോലും നമ്മളൊക്കെ അദ്ദേഹത്തെ ഈ അനുസ്മരിക്കുന്ന വേദിയിൽ ഈ മഴയത്തും ഇവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സൗമ്യത അദ്ദേഹത്തെ അറിയാത്തവരായിരുന്നില്ല. മുഖാൽപുത്തൂർ പഞ്ചായത്ത് അനിപ്പിച്ച എന്ന് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പല ദിക്കുകളിൽ നിന്നും ആളുകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഭരണാന്തര പരിപാടികൾ നിറഞ്ഞുകൂടി ഒരുക്കിയിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു സൗമ്യ മുഖമാണ് നമ്മുടെ നാടിന് നഷ്ടപ്പെട്ടത്. അക്ഷയുടെ കേന്ദ്ര ബിന്ദു കരപ്പേറ്റാണെങ്കിലും ഇന്നും ആളുകൾ കണക്കൂട്ടുന്നത് അത് അനിയിപ്പിച്ചയുടെ ഓഫീസാണ്. അക്ഷയ അനിയിപ്പിച്ച എന്നാണ് പലരും അനിയിപ്പിച്ചാണ് വിളിക്കുന്നത്. സാധാരണയായി ഒരു സ്ഥാപനം തുടങ്ങുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്, കച്ചവട നിലനിർത്തോട് കൂടിയിട്ടാണ്. പക്ഷെ അനിയിപ്പിച്ചാന്റെ സ്ഥാപനം ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട വാതിലുകളായിരുന്നു അനിയിപ്പിച്ചാന്റെ സ്ഥാപനം. ചൗക്കിയിൽ പുതിയതായിട്ട് തുടങ്ങിയ അക്ഷയ കേന്ദ്രം, ആ അക്ഷയ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എന്നതിനെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കൊക്കെ കാസർഗോഡ് പട്ടണത്തിൽ ഒരു അക്ഷയ കേന്ദ്രത്തിൽ അവിടെ പോകുമ്പോൾ അവരുടെ പെരുമാറ്റവും അവരുടെ കച്ചവട രീതിയിലുള്ള സംസാരവും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അനിയിപ്പിച്ച് വിട്ടുപോവുകയാണ്. എൻ്റെ ആത്മമിത്രം കരീം ചൗക്കി, പിന്നെ സദസ്സിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ കരീം മൈപ്പാറ ഒരു കാര്യം പറഞ്ഞു. ഇത് ഈ പുഞ്ചിരിക്കുന്ന മുഖം, സത്യത്തിൽ ഇതിനൊരു ടൈറ്റിൽ വേണമായിരുന്നു. മായില്ല ഈ മുഖം, മറയില്ല ഈ ചിരി എന്നുള്ളത്. അനീഷയെ കുറിച്ച് ഞാനിങ്ങനെ അനീഷയെ പരിചയപ്പെടുത്തുന്നത് റഫീഖിന്റെ മുഖേനയാണ്, അസീസ് മുഖേനയാണ്. അപ്പൊ ഞങ്ങളുടെ ഓരോ കാര്യത്തിനും നമ്മുടെ അനീഷ് ചാച്ചൻ മരിച്ചു പോയി എന്നുള്ളത് സത്യത്തിൽ ഞാനും വിതുമ്പിപ്പോയി. കാരണം മരണത്തിന്റെ ഒരു ലാഞ്ചന പോലും തരാതെയാണ് അനീഷ പിരിഞ്ഞു പോയത്. പിന്നീട് പലരുമായി കരീമുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ കരീമ പറയുന്നത് രാത്രി ഒരു 8:30 മണി വരെ 9 മണി വരെ സംസാരിച്ചിരുന്നതാണ്, ഞാൻ കണ്ടതാണ്. ഇപ്പൊ നമ്മുടെ അസീച്ച പറഞ്ഞു, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും
മെമ്പർഷിപ്പ് എടുക്കാത്ത അംഗമല്ലാത്ത ഒരാൾ എന്തുകൊണ്ട് ഇത്രയും പേരുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനീക്ഷിത സുഗന്ധത്തിന്റെ തെളിവ്. ചെറിയ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പ്രശസ്ത സാഹിത്യകാരൻ പൗലോ കൊയ്ലയെ അറിയാത്തവരാരും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ആൽക്കെമിസ്റ്റ് വായിച്ചവരും വളരെയേറെയാണ്, നിങ്ങളും വായിച്ചിരിക്കാം. സത്യത്തില് പൗലോ കൊയ്ലയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ആൽക്കെമിസ്റ്റ് അല്ല. അദ്ദേഹം മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ലൈക്ക് എ റിവർ ഫ്ലോ, ഒരു പുഴയൊഴുകും പോലെ എന്നുള്ളതാണ്. അതിൽ 5-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിന്റെ കഥ. അതിങ്ങനെയാണ്, ഒരു മുത്തശ്ശി എന്തോ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി കുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പേരമകൻ, ഇത്രയുടെ പ്രായം വരുന്ന പേരമകൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി എഴുതിക്കൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മുടെ അനീഫ് ചാച്ച മരിച്ചു പോയി എന്നുള്ളത്. സത്യത്തിൽ ഞാനും വിതുമ്പിപ്പോയി. കാരണം മരണത്തിന്റെ ഒരു ലാഞ്ചന പോലും തരാതെയാണ് അനീഫ് ചാ പിരിഞ്ഞു പോയത്. പിന്നീട് പലരുമായി കരീമുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ കരീമ പറയുന്നത് രാത്രി ഒരു 8:30 മണി വരെ 9 മണി വരെ സംസാരിച്ചിരുന്നതാണ്, ഞാൻ കണ്ടതാണ്. ഇപ്പൊ നമ്മുടെ അസീച്ച പറഞ്ഞു, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും മെമ്പർഷിപ്പ് എടുക്കാത്ത അംഗമല്ലാത്ത ഒരാൾ എന്തുകൊണ്ട് ഇത്രയും പേരുടെ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനീക്ഷിത സുഗന്ധത്തിന്റെ തെളിവ്. ചെറിയ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. പ്രശസ്ത സാഹിത്യകാരൻ പൗലോ കൊയ്ലയെ അറിയാത്തവരാരും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ആൽക്കെമിസ്റ്റ് വായിച്ചവരും വളരെയേറെയാണ്, നിങ്ങളും വായിച്ചിരിക്കാം. സത്യത്തില് പൗലോ കൊയ്ലയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ആൽക്കെമിസ്റ്റ് അല്ല. അദ്ദേഹം മറ്റൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ലൈക്ക് എ റിവർ ഫ്ലോ, ഒരു പുഴയൊഴുകും പോലെ എന്നുള്ളതാണ്. അതിൽ 5-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് എ പെൻസിൽ, ഒരു പെൻസിലിന്റെ കഥ. അതിങ്ങനെയാണ്, ഒരു മുത്തശ്ശി എന്തോ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി കുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പേരമകൻ, ഇത്രയുടെ പ്രായം വരുന്ന പേരമകൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി എഴുതിക്കൊണ്ടിരിക്കുന്നത്? രാവിലെ ഒരു 3:50 കത്തീസ്ഥാൻ വിളിച്ചിട്ടാണ് ഞാൻ മരണം വീഴുന്നത്. പറയുകയും അദ്ദേഹം പെട്ടെന്ന് ഫോൺ ഓഫാക്കുകയും ചെയ്തു. വീണ്ടും അദ്ദേഹത്തിന് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പുറകോണത്തിലാണ്. ഒരു സംശയം വീണ്ടും എനിക്ക് ജനിച്ചാണുള്ളത്. ഒരു ഏകദേശം 3:45 ഞാൻ വാട്സപ്പ് തുറന്നു നോക്കിയപ്പോഴാണ് അക്ഷരാനിക്കുന്ന ഞാൻ ഉറപ്പ് വരുത്തി. അക്ഷരാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം 1980-81 കാലഘട്ടത്തിലാണ് ഞാൻ അനിച്ച പരിചയപ്പെടുന്നത്. നാട്ടിലല്ല, ദുബായിൽ വെച്ചിട്ടാണ്. അന്ന് അനിച്ചപ്പോൾ കുറച്ച് ചില ആൾക്കാർ മാത്രമാണ് അന്ന് ദുബായിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അന്ന് തന്നെ കാസ്മിച്ചായിട്ട് റൂമുണ്ടായിരുന്നു, 3 വയസ്സ് എന്നൊക്കെ മേഖലത്തിൽ അവിടെ നമ്മളൊക്കെ ഒത്തുചേർന്നത്. ചുരുക്കം ചില ആൾ, ഞാൻ 80 ക്ലാസ്സിലാണ് ഞാൻ പോയത്. അപ്പം കുറച്ച് ആൾക്കാരുള്ളത്. അപ്പോൾ അന്ന് റൂമുണ്ടായിരുന്നു, ഹൗസ് നല്ലൊരു റൂമായിരുന്നു എൻ്റെ ഓർമ്മിച്ചതാണെങ്കിൽ. നാട്ടിലെനിക്ക് അനുസരിച്ചൊരു പരിചയമുണ്ടായിരുന്നു. അവിടെ നിന്ന് തൊട്ട് ഇന്നലെ മരിക്കുന്നവരെ അൽഹംദുലില്ലാ നല്ല സൗഹാർദ്ദത്തിലായിരുന്നു ഞങ്ങൾ. എന്തൊരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ പറ്റി എല്ലാവർക്കും പല അനുഭവത്തിൽ കൂടി ഓർക്കാനുള്ളവരാണ്. അനീക്ഷയ്ക്ക് പലപ്പോഴും പല രംഗത്തും ബന്ധപ്പെട്ടവരാണ് നമ്മുടെ മുമ്പിലൊക്കെ ഇരിക്കുന്നത്. ഇന്ന് പറയുകയാണെങ്കിൽ ടർക്കിയിലെ ചിരിയുടെ ഒരു മുഖമായിരുന്നു അനീഷ്. എന്നും ചിരിക്കുന്നതും ആ അക്ഷയ സെന്ററിലേക്ക് എന്ത് സങ്കീർണമായ പ്രശ്നങ്ങൾ കൊണ്ടുപോയാൽ പോലും ആൾക്കാർക്കൊരു തോന്നലുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു എന്നുള്ളത്. അവരെ വാങ്ങി വെക്കുകയും ശരിയാക്കാന്ന് പറയുകയും, അത് മാത്രമല്ല നമ്മളൊക്കെ അക്ഷയ സെന്ററിൽ കയറാതെ റോഡിൽ കൂടി നടക്കുമ്പോൾ പോലും നമ്മൾ കണ്ടാൽ അവിടെ നിന്നിട്ട് പോലും പുഞ്ചിരിക്കുന്ന അനീഷ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ അദ്ദേഹത്തിൻ്റെ വിയോഗം തന്നെ നമുക്ക് അവിസ്മരണീയമായിട്ടാണ് തോന്നുന്നത്. ഈ അനുസ്മരണ സദസ്സിലേക്ക് എല്ലാവിധ പ്രാർത്ഥനയോടുകൂടി എൻ്റെയും എൻ്റെ STP പ്രസ്ഥാനത്തിൻ്റെയും അനുശോചന കുടുംബ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്ക് അറിയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ ജീവിതത്തിന് വേണ്ടി അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് തന്നെ നമ്മളെക്കാളും എത്രയോ അധികം ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നും സദാസമയവും
പുഞ്ചിരിക്കുന്ന മുഖമായി അദ്ദേഹത്തെ ഏത് മേഖലകളിലും കാണുമ്പോഴും അദ്ദേഹത്തിന്റെ ആ മുഖം വല്ലാത്തൊരു അത്ഭുതമാണ്. നമ്മൾ സംസാരിച്ചാൽ പ്രായഭേദമന്യേ ചെറുപ്പവലിപ്പമന്യേ സലാം കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നമ്മളൊക്കെ സ്വീകരിക്കാറ്. അദ്ദേഹത്തിന്റെ ആ മഹത്വങ്ങൾ എണ്ണി പറഞ്ഞാൽ ഇവിടെ തീരുകയില്ല. കാരണം നേരത്തെ ഇവിടെ പല ആളുകളും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മരണം പലരും ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നുണ്ട്. പല മരണ വാർത്തകളും നാം സമൂഹത്തിന്റെ പല മേഖലകളിലും കേൾക്കാറും കാണാറും സംബന്ധിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ മറ്റു പ്രസംഗങ്ങളിലൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു നെട്ടലോടെയാണ് ഈ മരണ വാർത്ത കേട്ടത്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന്റെ വർദ്ധകിയായ ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാൻ നമ്മളെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ചാരിറ്റി ചെയ്യുന്ന ഒരു സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി എന്ന് പറയുന്നത്. അദ്ദേഹം ഗ്രൂപ്പിന്റെ ഒരു അഡ്മിൻ അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു ഞങ്ങൾ ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. സർക്കാരിൽ നിന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് അക്ഷയ മുഖേന എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളെ ഗ്രൂപ്പിൽ സമയം അറിയിച്ച ഒരു വക്താവായിരുന്നു അദ്ദേഹം. ഞങ്ങളെ പോസ്റ്ററുകളൊന്നും വരുത്തില്ല. അങ്ങനെയുള്ളൊരു ആള് പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തീർത്താൽ തീരാത്തൊരു നഷ്ടമാണ്. അദ്ദേഹത്തിന് ഇനി ഒരുപാട് ആളുകൾ പറയാനുള്ളത്, സമയം എന്നെ വൈകിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഞാൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ഞങ്ങളെ സംഘടനയും പങ്കുചേരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാരത്രിക ജീവിതം വിശാലമാക്കി കൊടുക്കട്ടെ. അധ്യക്ഷൻ ബഷീർ സ്വാഗതം പറഞ്ഞു. സോഫി നാമെല്ലാം ശരിക്കും പറഞ്ഞാൽ വളരെ വേദന അനുഭവിക്കുന്ന ഒരു ചുറ്റുപാടിലാണ്. ഈ പാതിരാത്രിക്ക് വരുന്ന ഫോൺ കോളുകൾ എപ്പോഴും എന്നെ അലോസരപ്പെടുത്താറുണ്ട്. അതുപോലെ ഒന്ന് ഖത്തറിൽ നിന്നും ഒരു 3 മണിക്കൂർ കോളുണ്ട് ഷാഫിൻ്റെ. ഇങ്ങനെകൊണ്ടാണ് കാര്യം പറയുന്നത്. കേട്ടപ്പോൾ എനിക്കും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഏത് കാര്യത്തിനും എപ്പോഴും നമുക്കൊക്കെ അറിയാം, ഈ സർക്കാർ ഓഫീസുകളിൽ നിന്ന് കാര്യം നേടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടതല്ല. അങ്ങനെയുള്ള എത്ര കഠിനമായ ജോലിയും അനിതച്ചനടുത്തും പോയിട്ട് പറഞ്ഞാൽ അത് ശരിയാക്കാതെ ഈ ചിരിയോടുകൂടെ നമുക്ക് ആ ചിരി കണ്ടാൽ തന്നെ നമുക്കറിയാം ഈ കാര്യം നടന്നു. അദ്ദേഹം അത് ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായി അത് നമുക്ക് ചെയ്തു തരുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു സംഘടനയിലും ഭാവമാക്കാവാതെ, ഒരു സംഘടനയിലും നേതാവാകാതെ ജനങ്ങളെ എത്ര നന്നായി സേവിക്കാം, അല്ലെങ്കിൽ എത്ര നല്ല ഒരു സാമൂഹ്യ പ്രവർത്തകനാകാം എന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് അനീഷേട്ടൻ. തീർച്ചയായും അനീഷേട്ടൻ റോൾ മോഡലാണ് നമുക്ക്. അതായത് ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, നേരത്തെ പറഞ്ഞില്ലേ, ഈ 2 രീതിയിലാണ് ഒരു സ്ഥാപനം തുടങ്ങുക. ഒന്ന് ലാഭേച്ഛയോട് കൂടി, മറ്റൊന്ന് സേവന മനസ്സോടുകൂടി. ഇതിൽ സാമ്പത്തിക നേട്ടം തീരെ നോക്കാതെ ഒരു വ്യക്തിയെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റിയ അനീഷ് മാത്രമേ ഉണ്ടാവും. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. എന്ത് കാര്യത്തിനും സാമ്പത്തിക നേട്ടം ആൾക്കാർ നോക്കാറ്. പക്ഷെ അതൊന്നുമല്ല, സേവന താല്പര്യത്തോടുകൂടി 24 മണിക്കൂർ, രാത്രി നേരത്തൊക്കെ പറയില്ല, രാത്രിയും പകലൊന്നും ഇല്ലാതെ ജനങ്ങളെ സേവിക്കുന്ന ഒരു റോൾ മോഡൽ. ശരിക്കും പറഞ്ഞാൽ റോൾ മോഡലാണ്. ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണ ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് പറയാനേ ഉണ്ടാവും. പക്ഷെ ഇത് ആ രീതിയിലല്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ നേരത്തെ അസറിന് നമ്മുടെ പരിപാടിക്ക് വന്നതാണ്. ഇത് കഴിഞ്ഞിട്ടേ പോകുന്നു എന്ന് ഞാൻ അവിടെ നിന്നതാണ്. നല്ലവരായ സുഹൃത്തുക്കൾ, ദുഃഖം ഘനീഭവിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ല. അനീഫിനെ കുറിച്ച് വളരെ ധാരാളം എനിക്ക് പറയാൻ കഴിയും. അനീഫ് ഒരു സൗമ്യനായിരുന്നു, ഒരു സഹൃദയനായിരുന്നു, ഒരു നല്ല മനുഷ്യത്വത്തിൻ്റെ, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അനീഫ് എന്ന് പറയുമ്പോൾ എനിക്ക് 1000 നാവ് പോലെ തോന്നുന്നു. അതാണ് അനീഫ്. അനീഫ് വ്യക്തിപരമായി ഞാൻ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് അനീഫ്.
അനീഫിന്റെ മദറും ഞങ്ങളും അടുത്ത കുടുംബക്കാരാണ്. അങ്ങനെ എല്ലാ രംഗത്തും അനീഫിനെ ഞാൻ അറിയുന്നു. അനീഫിന്റെ പല വിശേഷണങ്ങളെ കുറിച്ച് ഇവിടെ ധാരാളം നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ നേരത്തെ ബസ് ഓണർ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ ഉന്നത രംഗത്ത് ഉള്ള ആളുകൾ ഈ സമയവും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഉണ്ട് എന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭയുടെ ഏറ്റവും വലിയ ഒരു മകുടോദാഹരണമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റില്ല. മരണം സുരക്ഷിതമാണ്. മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മരണം നിങ്ങളെ ഏത് സമയത്തും പിടികൂടും. സഹാബയോട് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ആർക്കാണ് നിങ്ങൾ ഇട്ടുകൊടുത്ത ഡ്രസ്സ് സ്വന്തം കൈ കൊണ്ട് നിങ്ങളുടെ ഗൃഹത്തിൽ പോയി അഴിച്ചു വെക്കാൻ കഴിയുക? അപ്പോൾ സഹാബികൾ മേൽപോട്ട് നോക്കി. അത് തന്നെയാണ് മരണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അങ്ങനെയായിരുന്നുവെങ്കിൽ നമുക്ക് ഈ രാജ്യത്ത് സുരക്ഷിതമായി ജീവിക്കുവാൻ ശാശ്വത ജീവിതം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പ്രവാചകൻ ജീവിക്കുമായിരുന്നു. പക്ഷേ പ്രവാചകൻ 63 സംവത്സരങ്ങൾ കാലം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. ആ പ്രവാചകന്റെ ഉമ്മത്തിയായ നമുക്ക് അതിനപ്പുറം കിട്ടുന്നത് പാട്ടയമാണ് എന്ന് ഞാനടക്കമുള്ളവർ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അനീഫയെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ രംഗത്തിലുള്ള ആളല്ല, ഒരു സാമൂഹ്യ രംഗത്തിന്റെ ഒരു പ്രതിനിധിയാണ്. അക്ഷയയിലൂടെ ഒരുപാട് ആളുകൾക്ക് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഇവിടെ അസീസൊക്കെ സ്മരിച്ചില്ലേ, അദ്ദേഹം അക്ഷയയിൽ രാഷ്ട്രീയക്കാർ പോകുമ്പോഴും ആ രാഷ്ട്രീയക്കാരുടെ മുഖം നോക്കാതെ അദ്ദേഹം സഹകരണം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ് യാഥാർത്ഥ്യം. ഇവിടെ സാനിയ ബദരിയ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ എപ്പോഴും ഒരു എറേസർ, ഒരു റബ്ബർ കയ്യിൽ കരുതണം എന്ന്. ആ റബ്ബർ എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയട്ടെ, അത് അള്ളാഹുവിനോട് പാശ്ചാത്തപിച്ച് നാം തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ പാശ്ചാത്തപിച്ച് കരുണാമയനോട് ഖേദിച്ചു മടങ്ങാനുള്ളതാണ് അദ്ദേഹം പറഞ്ഞ റബ്ബർ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ. അനീഫ് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും തെറ്റുകളുടെ അടുത്ത വ്യക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം മതപരമായും സാമൂഹ്യമായും സാംസ്കാരികമായും എല്ലാം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാതെ. ഇവിടെ എന്റെ സുഹൃത്ത് ഖാസിം നേരത്തെ എന്നോട് പറഞ്ഞു, ഇതിനു മുമ്പ് ഒരു ദിവസം ഞങ്ങളെ എല്ലാവരെയും സഹോദരന്മാരെയും സഹോദരിയെയും എല്ലാം കൂട്ടി അദ്ദേഹം തന്റെ മരണപ്പെട്ടു പോയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ സമ്മേളിച്ചിരുന്നു. അപ്പോൾ എല്ലാം അദ്ദേഹത്തിന്റെ മുന്നിൽ മരണമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ്. അപ്പോൾ അനീപ്സ നമ്മോടൊപ്പം ഇല്ല. പക്ഷെ അനീപ്സയുടെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ചിരിക്കാൻ കഴിയണമെന്നില്ല. ചില മുഖങ്ങൾക്ക് മാത്രമേ ചിരിക്കാൻ കഴിയുകയുള്ളൂ. ചിരി പ്രവാചകൻ നമുക്ക് സമ്മാനിച്ച ഒരു ഔദാര്യമാണ്. ആ ചിരി ഒരു പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല, പക്ഷെ ചില ആളുകൾക്ക് കഴിയും. ആ ചിരിയുടെ ഏറ്റവും വലിയ ഒരു വ്യക്തിത്വത്തിന്റെ പ്രതീകമാണ് അനീഫ് എന്ന് പറയുന്നത് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ തോന്നുന്നു. അനീഫ പോയിട്ടുണ്ടെങ്കിലും അനീഫിന്റെ കുടുംബം അദ്ദേഹത്തെ ഓർത്തുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ, അദ്ദേഹത്തിന്റെ നാട്ടുകാർ, അദ്ദേഹത്തിന്റെ പരിസരവാസികൾ എപ്പോഴും അനീഫ എന്ന ഈ മുഖത്തെ ഓർമ്മിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ മനസ്സിൽ നിന്ന് അനീഫ് മായുകയില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അനീപ്സയെ മാത്രമല്ല, നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ എല്ലാവരെ കുറിച്ചും നമ്മൾ പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് നല്ലത് വരാൻ പടച്ച തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അങ്ങനെ അനീപ്സയെ കുറിച്ച് ഞാൻ ഇനിയും പറഞ്ഞ് ഇവിടെ പറയുന്നില്ല. ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് കൊണ്ട് അനീഫിനോട് നമുക്ക് അഗൈതവുമായ ആ കടപ്പാടെന്ന് പറയുന്നത് രാജാതിരാജനായ പ്രപഞ്ചനാഥനോട് രണ്ട് കരമുയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, ഞങ്ങളുടെ അനീഫിന്റെ ബർസഖി ജീവിതം നീ സുഖലോലുപമാക്കണമേ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒപ്പം നാളെ അള്ളാഹുവിന് ഏതൊരു വിശ്വാസിയുടെയും ഏറ്റവും വലിയ മറക്കാൻ കഴിയാത്തവന്റെ ഹൃദയാന്തരത്തിൽ എപ്പോഴും കുടികൊള്ളുന്ന ഒരു വസ്തുതയാണ്, അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ നാളെ ഒന്ന് കണ്ടുമുട്ടണം. സൃഷ്ടാവിനെ ഒന്ന് കണ്ടുമുട്ടണം. അത് എല്ലാവരുടെയും, നിങ്ങളുടെ, എന്റെ, അനീപ്സയുടെ, അനീഫിന്റെ എല്ലാവരുടെയും ഒരു പ്രതിഭാസമാണ്. നമ്മുടെ റബ്ബിനെ നമുക്ക് നാളെ കണ്ടുമുട്ടണം.
അങ്ങനെ കണ്ടുമുട്ടുന്ന സൗഭാഗ്യവാന്മാരിൽ അനീഫിനെയും ഇവിടെ തടിച്ചുകൂടിയ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ദുഃഖാർത്ഥമായ ആ സംവിധാനത്തിൽ പങ്കുകൊള്ളുന്ന അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും എന്റെ ഹൃദയംഗമായ അനുശോചനത്തിന്റെ 2 വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരമിക്കട്ടെ. എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. എങ്കിലും മരണം എല്ലാവരെയും പിടികൂടും. അതൊരു ദുഃഖസത്യമാണ്. ജനിച്ചാൽ മരിക്കും, അതൊരു പ്രകൃതി നിയമമാണ്. മരണം എന്നത് രംഗബോധമില്ലാത്ത ഒരു കോമാളിയെ പോലെ അത് എല്ലായിടത്തും ധാരിക്കുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് മരണമെന്ന് കേൾക്കുന്നത് ഒരു വർഷമോ 2 വർഷമോ കൂടുമ്പോഴാണ് മരിച്ചത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ അല്ല, ഭക്ഷണം കഴിക്കുന്ന പോലെ 3-4 മരണങ്ങൾ ദിവസം ആരും ഞെക്കാറില്ല. കാരണം ഇത് തന്നെയാണ് കേൾക്കുന്നത്, ദിവസവും മരണം. ഇന്ന് അധികം കല്യാണ ചോറല്ല ഉണ്ണുന്നത്, ഇന്ന് അധികം ഉണ്ണുന്നത് മരണച്ചോറാണ്. കാരണം അത്രത്തോളം മരണമാണ് ഇന്ന് മരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഞെട്ടലുണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് ഞെട്ടലുണ്ടാകുന്നത് നമ്മളെ അടുത്ത നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഇന്ന് ഈ അനുസ്മരണം നടക്കാൻ കാരണം അനീഫ് ചാൻ ഞാനൊരു പ്രാവശ്യം അനീഫ് ചാൻ്റെ അടുത്ത് ഒരു കാര്യം സാധിക്കുന്നില്ല. ഞാൻ എന്താ പറഞ്ഞാൽ എൻ്റെ എന്തോ ഒരു പേപ്പർ ശരിയാകുന്നുണ്ട്, അത് ഇവിടുന്ന് ആലോചിക്കുന്ന ശരിയാകേണ്ട ഒരു കാര്യം, എത്ര നടന്നിട്ടും ശരിയാവാത്ത ഒരു പേപ്പർ ശരിയാക്കി തരണം. അപ്പോൾ അനീഫ് ചാനോട് പറഞ്ഞപ്പോൾ നീ ഒന്നും പേടിക്കണ്ട, അത് ഞാൻ ശരിയാക്കി തരാം. പൂ പറിക്കുന്ന ലാഘവത്തോടെ 1 ദിവസം കൊണ്ട് അയാൾ എനിക്ക് അത് ശരിയാക്കി തരാം. അതുമാത്രമല്ല, ഇപ്പൊ ഞാനിവിടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കമ്പാർട്ടിൽ ഒരാൾ എന്നോട് പറഞ്ഞൊരു സംഭവം, അതായത് അയാളുടെ സ്വത്ത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 80 സെന്റ് സ്വത്ത് പറയുമ്പോൾ അനീറ്റ ഒരു കച്ചവട മനസ്ഥിതിയിൽ ജനങ്ങളെ സേവിക്കുന്ന ഒരാളല്ല. അയാളെ വിഴിഞ്ഞിട്ടത് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്റെ വലിയപ്പോ കേൾക്കപ്പുറം മുഹമ്മദ് പണ്ട് പറയും, നല്ല നാളുകളും പെട്ടെന്ന് പോവുക എന്ന് പറയും. ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് നല്ലൊരു മനുഷ്യനാണ്. സുസ്മേരവദനായിട്ടല്ലാതെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ആ പുഞ്ചിരിക്കുന്ന മുഖമല്ലാതെ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും. മരിക്കുന്നതിന് 1 ദിവസം മുമ്പ് എന്നോട് അബ്ദു ഇങ്ങനാക്കിയിട്ടാണ് അക്ഷയിലേക്ക് കയറിയത്. ഈ ദിവസം രാവിലെ ഞാൻ കേൾക്കുന്നത് മനുഷ്യ മരിച്ചു പോയി. താങ്ങാവുന്നതിലപ്പുറമാണ് നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അള്ളാഹു ആത്മ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പാരത്രിക ലോകം വിജയിപ്പിക്കട്ടെ. ആത്മാവിന് ശാന്തി നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഇവിടെ ഒരുപാട് ആളുകൾ ഒരു ഓഫീസിൽ കയറാൻ, വില്ലേജ് ഓഫീസിൽ കയറാൻ, അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ കയറാൻ, താലൂക്ക് ഓഫീസിൽ കയറാൻ എത്രയോ വിഷമിക്കുന്നു. അവരെല്ലാം അക്ഷയ സെന്ററിൽ വന്ന് അനീഫ്ചാട് ചോദിക്കും, അനീഫ്ച ഇത് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ഒരു ചുക്കും അറിയില്ല, ഒന്നും അറിയില്ല. എന്നാൽ കാര്യം നീ എൻ്റെ അഡ്രസ്സും നമ്പറും നല്ല രീതിയിലൂടെ വെക്കുന്ന വാങ്ങി പിറ്റത്തെ ദിവസം കോഡിൽ വിളിക്കുകയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എവിടെ ഏത് എക്സാ സെന്ററിലും എനിക്ക് തോന്നില്ല. പക്ഷെ അത് തന്നെയാണ് അനീഫ്ചാനെ ആ രൂപത്തിൽ ഇന്ന് ആളുകളെ മനസ്സിൽ നിന്ന് എല്ലാവരും മനസ്സിൽ താലോലിക്കാൻ കാരണം തന്നെയാണ്. ആ മുഖം അത് നിറകുടമാണ്, ഒരിക്കലും നിറകുടം തുളമ്പൂല. നിറഞ്ഞ ആ ചിരി, ആ പുഞ്ചിരി ഇന്ന് എല്ലാവരുടെ മനസ്സിലും ആ പുഞ്ചിരി ഇങ്ങനെ കാണാൻ അനീഫ്ചാന്റെ ആ പുഞ്ചിരി നമുക്ക് തന്നെ ഓർക്കുമ്പോ ഇന്നലെ മരിച്ചെന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്ന ആ ചിരിച്ചുള്ള അനീഫ്ചാനെ കുറിച്ച് ഓർക്കും. അനീഫ്ച മരിച്ചോ, എന്താ സംഭവം, ഒന്നും ഉണ്ടായില്ല. വിശ്വസിക്കാൻ പോലും കഴിയാത്ത ആ ചിരി മുഖത്ത് ഇപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു നല്ലത് എന്ന് പറയാൻ കുറെ ആളുകൾ മരിച്ചാൽ ഇങ്ങനെ അനുശോചനത്തിൽ വന്നിട്ട് ഒരുപാട്. പക്ഷെ നേരത്തെ സ്കാനിയ ഇങ്ങനെ അവതരിപ്പിച്ച ആ ഫലിതങ്ങൾ ഭയങ്കര വല്ലാത്ത സംഭവങ്ങളാണ്. ഒരു പെൻസിലിനൊപ്പം ഒരു പെൻസിൽ അതിന് നമ്മൾ ഉപയോഗിച്ചു, ഉപയോഗിച്ചു.
പക്ഷെ അതിന്റെ മുനകൾ തീരുമ്പോൾ അരിച്ചാലും നമ്മൾ ഉപയോഗിക്കുന്നവരും അതിന്റെ മുനയെ ചിരണ്ടിക്കളഞ്ഞു. അപ്പോഴും അതിന്റെ അകത്ത് കാതല് വീണ്ടും 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 അത് ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. അവസാനം അതിൽ എഴുതിയ അതിന്റെ കാതലിന്റെ ഫലം എന്ന് പറയുന്നത് ഇപ്പൊ കാണുന്ന ആ നിറമുഖവും ആ ധന്യമായ ആ ഏറ്റവും നാടിന് നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് അനീച്ചാൽ എത്തിച്ചത് തന്നെയാണ് സ്കാനിയ എന്ന് പറഞ്ഞാൽ ആരോടും വെറുപ്പില്ലാതെ ആരെയും എന്തെങ്കിലും അതും ഇതും പറയാത്ത അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നിഷ്കളങ്കനായി എറൈസർ എന്ന് വെച്ച് ഉപയോഗിച്ച് മായ്ച്ച് മനസ്സിന്റെ ഉള്ളിലെല്ലാം അള്ളാഹുവിനോട് വിട്ടുകൊടുത്ത് പോയതിനെ കുറിച്ചാണ് സ്കാനിയ പ്രതിപാദിച്ചത് എന്ന് വളരെ വ്യക്തമാണ്. അതാണ് അനീഷയുടെ ജീവിതം ആയിരുന്നത്. ഇനി ബർസഖിയ ജീവിതം അതിനേക്കാൾ മനോഹരമായി വളരെ നല്ല സ്വർഗ പൂന്താവത്തിൽ നമ്മളെയും അദ്ദേഹത്തെയും ഒരുമിച്ച് കൂട്ടി നാഥൻ തുടക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ നാഷണൽ ലേബർ യൂണിയൻ ലീഗിന്റെ എല്ലാവിധ അനുശോചനവും അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി സംസാരിക്കുന്നത് INL നേതാവ് ഹനീഫ് കടവത്തുണ്ടി. ഇപ്പോൾ കുറെ ആള് വ്യവസായ കണ്ണൂടെ അക്ഷയെ കാണുമ്പോൾ ഇദ്ദേഹം ഒരു ജനസേവനത്തിനാണ് ഇതിനെ ഉപയോഗിച്ചത് എന്നതിൻ്റെ ഒരു മുക്ത ഉദാഹരണമായിട്ടാണ് അതിനെ ഞാൻ കാണുന്നത്. അത്തരം നല്ല കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്ത അദ്ദേഹത്തിന്റെ പലപോലുള്ള ജീവിതം അള്ളാഹു നന്മ നിറഞ്ഞതാക്കട്ടെ. അദ്ദേഹത്തിന് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖം അനുഭവിക്കുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പവും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്ക് കേൾക്കുന്നു. അസ്സലാമു അലൈക്കും. നേതാക്കളെ, അതുപോലെ സഹപ്രവർത്തകരായ നാട്ടുകാർ, മറ്റു സഹപാഠികൾ, നാം ഇവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരമായ നമ്മുടെ അനീഷയുടെ അനുസ്മരണ യോഗത്തിൽ അപ്പോൾ നാം എല്ലാവരും പറയുന്നത് പോലുള്ള ആ ഒരു സ്വഭാവ വ്യക്തിത്വത്തിന്റെ ഉടമ എന്ന് എല്ലാവർക്കും പറയാനുള്ളത് പോലെ ആരും എന്ത് ചോദിച്ചാലും മൂപ്പരെ എന്ത് കൊടുത്താലും ഫസ്റ്റ് ചിരിച്ചിട്ടേ ഇതാക്കും. എന്നും ഒരു 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 ഗൗരവത്തോടുള്ള ഒരു മുഖത്തോടു കൂടിയല്ലാണ് മറ്റൊരാളെ കാണുന്നത്. അത്രക്കും നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. എന്തും ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാത്രി ഏകദേശം 5 മണി വരെ ഞാൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത ഒരു മനുഷ്യനാണ്. അത് ഒരു ദിവസം മുമ്പ്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ എനിക്കും അത് ഇങ്ങനെ വാട്സപ്പിൽ പെട്ടെന്ന് അത് കാരണം കുറേ ആളെ കോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അടിച്ചു നോക്കുമ്പോൾ അതിങ്ങനെ അത്ര ഞാൻ നെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിനും നമ്മളെ എല്ലാവർക്കും ഈ ഒരു നഷ്ടം, ഇത് വലിയൊരു നഷ്ടമാണ്. ഒരു പൊതുപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ഒരു ഏതൊരു പാർട്ടിന്റെ പ്രതിനിധി ആവാത്ത മനസ്സിൽ എല്ലാവരും മനസ്സിലും അനുഭവിച്ച വ്യക്തി ഇവിടെ ആർക്കും അത് മറക്കാൻ പറ്റില്ല. എന്നും അതെന്നും നിലനിൽക്കും. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സ്വർഗത്തോ പതിവുകൊടുക്കും നടക്കട്ടെ. അവർക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. അതുപോലെ തന്നെ ഞാൻ ഈ വേദിയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എനിക്ക് കഴിയുന്നത്ര പ്രാർത്ഥിച്ചിട്ട് ഇനിയും മുന്നോട്ട് അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തോ പാകി തീർക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അത്രയ്ക്ക് മാത്രം അനീഫ ജീവിത വിശുദ്ധിയുടെയും പ്രവർത്തനത്തിന്റെയും പാതയിലായിരുന്നു അനീഫ. ആർക്കും ഏത് സമയത്തും ഏത് ഉറക്കത്തിലോ ഊണിലോ വിളിച്ചാൽ പോലും സഹായവുമായി അനീഫ എത്തും. എത്രയോ പ്രാവശ്യം ഞാൻ രാത്രിയും പകലും 1 മണിക്കും 2 മണിക്കും അക്ഷയ തുറന്ന് ജനങ്ങൾക്കുള്ള സേവനം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അനീഫ, കാരണം മനസ്സ് വിതുമ്പുകയാണ്. വളരെയധികം ദുഃഖമുള്ള ഈ അന്തരീക്ഷത്തിൽ തന്നെ എനിക്ക് പറയാൻ വാക്കുകൾ തന്നെ ഒന്നും വരുന്നില്ല. മാത്രമല്ല അനീഫ ഒരു നിസ്വാർത്ഥ സേവകനായിരുന്നു. പ്രതിഫലം അനീഫയ്ക്ക് ഒരു കാര്യമേ അല്ലായിരുന്നു. ആദ്യം അനീഫ എന്താണ് നമുക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്നായിരുന്നു അനീഫയുടെ ചോദ്യം. നാം ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളും അനീഫ ഒരു പുഞ്ചിരിയോട് മാത്രം അനീഫ സ്വീകരിച്ചു. അത്രമാത്രമായിരുന്നു. ആരോടും ദേഷ്യപ്പെടുന്ന ഈ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല അനീഫയുടെ പ്രത്യേക ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ ഒരു പുഞ്ചിരി മാത്രം മതി.
അനീഫ് ഷായ്ക്ക് അള്ളാഹു അനീഫ് ഷായുടെ പാരത്രിക ജീവിതം ധന്യമാക്കി കൊടുക്കുകയും അള്ളാഹു തആല അനീഫ് ഷാക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. യോഗത്തിൽ വളരെ അവരുടെ മനസ്സിലുള്ള എല്ലാവരുടെയും കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞ ഈ സമയത്ത് ഇനിയും ഞാൻ സമയം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അനീവിച്ചാലിനെ ചുരുക്കം പറഞ്ഞാൽ അനീവിച്ചാക്ക് പകരം വെക്കാൻ വേറെ അനീവിച്ച മാത്രമാണുള്ളത്. അത് നമ്മുടെ കുടുംബത്തിലുള്ള ആളായതുകൊണ്ട് തന്നെ എത്ര ചെറുപ്പമോ വലുപ്പമോ നോക്കാതെ എല്ലാവരോടും ഇണങ്ങിയ ഒരു വ്യക്തിയുടെ ഉടമയായിരുന്നു അനീവിച്ച എന്നുള്ളത്. നമുക്ക് എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അനീവിച്ച ഗൾഫിൽ നിന്ന് വന്നാൽ ഞങ്ങളെല്ലാവരോടെയും കൂടി ഇവിടെ ഒക്കെ കളിക്കുവാനും ചിരിപ്പിക്കുവാനും ഇവിടെ പൊതു രംഗത്ത് വരുന്നതിന് മുമ്പ് തന്നെ അനീച്ചയുമായി വളരെ അടുപ്പമുള്ള ഒരാളാ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും നമുക്ക് മറക്കാനാവാത്ത ഒരു ദുഃഖമായത് നിലകൊള്ളുന്നു. സർവശക്തനായ അല്ലാഹു അനീച്ചവൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്നുള്ള രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഏറ്റവും പ്രിയങ്കരനായിരുന്ന അനീഫ് മൂപ്പ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അനീഫ് ചാച്ച, അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കിയ വിടവ് അത് എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ആ വിടവ് നികത്താനുള്ള മറ്റൊരു വ്യക്തിത്വം ഞങ്ങളുടെ മുമ്പിൽ ഇല്ല. എത്ര വലിയ പ്രശ്നമാണെങ്കിലും, ഇവിടെ അവർ പറഞ്ഞ പോലെ തന്നെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ സ്വതസിദ്ധമായ ആ പുഞ്ചിരിയിലൂടെ അത് കൈകാര്യം ചെയ്യുന്ന രീതി അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. അങ്ങനെയുള്ള ആ വിയോഗം അത് ഉൾക്കൊള്ളാൻ ഇതുവരെ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അധികം നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വൈകവേളയിലും ഇവിടെ എത്തിയ അനീഫ് മൂപ്പയുടെയുമായുള്ള എല്ലാ അനുഭവങ്ങൾ പങ്കുവെച്ച എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പരിപാടി കഴിഞ്ഞതായി പറയുന്നു. അസ്സലാമു അലൈക്കും. മായില്ല, മറയില്ല അനീഫ് ജയുടെ ഈ പുഞ്ചിരി എന്നും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. അനീഫ് ജയ്ക്ക് പടച്ചവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.